ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചുവിൻ്റെ സ്വീകരണ പരിപാടിക്ക് വേണ്ടി ചന്ദ്രയും ലാലുവും കൂടി ചേർന്ന് JKയെ ക്ഷണിക്കാനായി പോവുകയാണ്. അർച്ചനയോടുള്ള വാശി തീർക്കാൻ വേണ്ടിയാണ് ചന്ദ്ര JKയെ തന്നെ വിളിക്കണമെന്ന് വാശി പിടിച്ച് JKയെ ക്ഷണിക്കാനായി പോകുന്നത്. ആകെ മദ്യപിച്ചുകൊണ്ടാണ് JK ലാലുയോടും ചന്ദ്രയോടും സംസാരിക്കുന്നത്. ചന്ദ്രയാണെങ്കിൽ ലാലുയോട് പറയുന്നുണ്ട്, ഈ JKയെ വിളിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല, പക്ഷേ അർച്ചനയെ തോൽപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ JKയെ വന്ന് കാണുന്നത്. എങ്കിൽ പിന്നെ ഇയാളെയൊന്നും വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച് വല്ല സിനിമാ നടിമാരെയോ വിളിച്ചാൽ മതിയായിരുന്നു എന്നെല്ലാം ചന്ദ്ര അങ്ങനെ ലാലുയോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് JK അങ്ങോട്ടേക്ക് വരുന്നത്. ഇത് കേട്ട JK ആകെ ദേഷ്യത്തോടെ പോയി ചന്ദ്രയോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ JKയെ കണ്ട് ചന്ദ്ര ആകെ ഞെട്ടിത്തെറിക്കുകയാണ്. എന്നാൽ ഒട്ടും തന്നെ JKയുടെ മുന്നിൽ തനകുനിക്കാതെ ചന്ദ്ര തന്റെ ആവശ്യം പറയുന്നുണ്ട്. MLAയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഒരു സ്വീകരണ പരിപാടിയുണ്ട്, അതിന് നിങ്ങൾ വരണമെന്ന് ചന്ദ്ര അങ്ങനെ പറയാണ്. JK അപ്പം പറയുന്നുണ്ട്, ഒരു MLAയും എന്നെ സ്വാധീനിക്കില്ല. ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പരിപാടിക്ക് വരാൻ താല്പര്യമില്ല. നിങ്ങൾ സാഹിത്യകാരന്മാരെ ഒന്നടങ്കമല്ലേ ആക്ഷേപിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പരിപാടിക്ക് വരാൻ താല്പര്യമില്ലെന്ന് JK അങ്ങനെ വെട്ടി തുറന്ന് പറയുകയാണ് ചന്ദ്രയോട്. അങ്ങനെ ചന്ദ്രയും JKയും തമ്മിൽ നല്ല വഴക്കാവുകയാണ്. JK പിന്നീട് ചന്ദ്രയുടെ കുടുംബകാര്യം എടുത്തിടുകയാണ്. അങ്ങനെ നാണം കെട്ട് ചന്ദ്ര അങ്ങനെ ഇറങ്ങി പോവുകയാണ്. എന്നാൽ ഫോൺ മറന്നു വെച്ച അർച്ചന ഫോൺ എടുക്കാനായി തിരികെ JKയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് അകത്ത് നല്ല വഴക്കുണ്ടാവുന്നത് കേൾക്കുന്നത്. ഇനിയിപ്പോ വഴക്കുണ്ടായി വീടിന് എന്തെങ്കിലും പ്രശ്നം പറ്റുമോ എന്നോർത്ത് അർച്ചന അങ്ങനെ ജനലിലൂടെ നോക്കുകയാണ്. അപ്പോഴാണ് JKയും ചന്ദ്രയും തമ്മിലുള്ള വഴക്ക് കാണുന്നത്. അർച്ചനയ്ക്ക് അത് കണ്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. ഓ, ഇവളപ്പോ ക്ഷണിക്കാൻ വന്നത് JK ആയിരുന്നു എന്നെല്ലാം ഓർത്തുകൊണ്ട് അർച്ചന അങ്ങനെ ചിരിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് ചന്ദ്ര അങ്ങനെ നാണം കെട്ട് ഇറങ്ങി വരുന്നത്. അർച്ചനയെ അവിടെ അങ്ങനെ കാണുന്നതും ചന്ദ്ര വീണ്ടും നാണം കെട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ചന്ദ്ര അങ്ങനെ ലാലിയെയും വിളിച്ച് അവിടെ നിന്നും പോവുകയാണ്. കുറെ ദിവസങ്ങൾക്ക് ശേഷം സത്യനാണെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുകയാണ്. ചന്ദ്രയാണെങ്കിൽ തനിക്ക് അർച്ചനയിൽ നിന്നുണ്ടായ ആ നാണക്കേട് വീട്ടിൽ വന്ന് അങ്ങനെ പറയുന്നുണ്ട്. സത്യനോടും രുക്കുവിനോടും വിമലയോടും ഒക്കെ കേൾക്കെ ചന്ദ്ര അങ്ങനെ ഇന്നുണ്ടായ സംഭവങ്ങളെല്ലാം പറയുകയാണ്. ഇതെല്ലാം കേട്ട് സത്യനാകെ ദേഷ്യം വരുന്നുണ്ട്. സത്യൻ എന്നിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട്, അർച്ചനയുടെ മുന്നിലിട്ട് ആ JKയെ ചവിട്ടിക്കൂട്ടിയാൽ മാത്രമേ ഏട്ടത്തിക്കുണ്ടായ ഈ അപമാനത്തിന് മറുപടിയാകൂ. ഇതിനു വേണ്ടതെല്ലാം ഞാൻ ചെയ്തോളാം, ഇത് ഞാൻ ഏറ്റു എന്ന് സത്യൻ അങ്ങനെ ചന്ദ്രയ്ക്ക് വാക്കുകൊടുക്കുകയാണ്. ഇത് കേട്ട് വിമലയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടാവുന്നില്ലെങ്കിലും രുക്വേനും ചന്ദ്രയ്ക്കും ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം രാത്രിയിൽ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ വിജയശങ്കറും രവിശങ്കറും കൂടി പുറത്ത് വെച്ച് മധുബാലയെ കാണുന്നുണ്ട്. രവിശങ്കർ മുന്നേ മധുബാലയെ വിളിച്ച് വിജയശങ്കർ സാറിന് കാണണമെന്നും സംസാരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് അവര് തമ്മിൽ കണ്ടുമുട്ടുന്നത്. അങ്ങനെ മധുബാലയും വിജയശങ്കറും അർച്ചനയോടും JKയോടുമുള്ള ദേഷ്യം എന്താണെന്നുള്ള കാര്യം പരസ്പരം സംസാരിക്കുന്നുണ്ട്. മധുബാല അങ്ങനെ വിജയശങ്കറിനോട് പറയുന്നുണ്ട്, ഈ പറയുന്ന JKയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധി തകർക്കാനാണ് അർച്ചന JKയുടെ ജീവിതത്തിൽ കയറി കൂടിയിരിക്കുന്നത്. അത് തീർച്ചയായും എൻ്റെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവർക്കെതിരെ തിരിയുന്നതെന്ന് മധുബാല അങ്ങനെ വിജയശങ്കറിനോട് പറയാണ്. വിജയശങ്കർ അപ്പോൾ മധുബാലയോടും പറയുന്നുണ്ട്, നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഞാൻ കൂടെ നിൽക്കാം. അങ്ങനെ JKയും അർച്ചനയും തമ്മിൽ ഒരു ബന്ധമുണ്ടാവുന്നത് എനിക്കും ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് വിജയശങ്കർ അങ്ങനെ തുറന്നു പറയാണ്. അങ്ങനെ അർച്ചനയെയും JKയും തകർക്കാനായി വിജയശങ്കറും മധുബാലയും കൂടി പുതിയൊരു ഡീൽ വെക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.